cc ആണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഞാൻ ലോങ്ങൊക്കെ പോയിട്ടുണ്ട്. വാട്സപ്പ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2016 മോഡൽ സെലേറിയാണ്. ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ വീഡിയോ ആണിത്. 8 കൊല്ലമായിട്ട് എൻ്റെ പപ്പ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതുവരെയുള്ള സർവീസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രശ്നങ്ങളും അങ്ങനത്തെയൊക്കെയാണ് ഇത് പറയാൻ പോണത്. ഇതൊരു ഫാമിലി കാറാണോ അല്ലയോ എന്നുള്ളത് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂമൊക്കെ ഒന്ന് കാണാം. പിന്നെ അതേപോലെ ഇതിന് എത്ര കോസ്റ്റ് വരും മെയിൻറ്റെയിൻ ചെയ്യാൻ, ഈ കാർ ഓടിക്കാൻ എങ്ങനെയാണ്, നൈസാണോ, അതേപോലെ ഒരു അതായത് ഒരു ഫാമിലിക്ക് അത്യാവശ്യം പവർ വേണം, നല്ലൊരു ഫാമിലി കാറാവണം, അങ്ങനെ എടുക്കണവർക്ക് എടുക്കാൻ പറ്റിയൊരു കാറാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂമൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂമൊക്കെ വരുന്നത്. ഇപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഇപ്പോൾ ഇതൊരു 998 cc എൻജിനാണ്. അത് ബേസിക്കലി നമുക്ക് ഒരു 1000 cc എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പവറും ഇതെങ്ങനെയാണ് ഇപ്പോൾ, അതായത് ഇപ്പോൾ ഒരു ഫാമിലിക്ക് ഇതിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരാൾ വണ്ടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പവർ വേണം, ഒരു 5 ആൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റണം. ഇത് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി നോക്കാവുന്നതാണ്. അതായത് ഷിഫ്റ്റിൻ്റെ അത്രയ്ക്ക് പൈസ എടുക്കാനും ഇല്ല, എന്നാലോ അൾട്ടോനെക്കാട്ടി കുറച്ചും കൂടി പൈസ എടുക്കാനുണ്ടെന്ന്. ഇതൊരു 2016 അപ്പോൾ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് കിട്ടുള്ളൂ. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ വണ്ടിയാണിത്. ഇതൊരു മാനുവലാണ്, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കുന്ന ആൾക്കാർക്ക് അതായത് മാരക ലുക്കൊന്നുമില്ല വണ്ടി ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു അലോയ് വീലും 4 സ്കേർട്ടോ കയറ്റി കഴിഞ്ഞാൽ വണ്ടിയും ലുക്ക് മാറി. അതായത് വണ്ടി കളിപ്പിക്കാൻ അറിയണവൻ്റെ കൈ കിട്ടി കഴിഞ്ഞാൽ ഏത് വണ്ടിയും ഒരു ലുക്ക് ഉണ്ടാവും. ഇപ്പോൾ അടിപൊളി ലുക്ക് ഉണ്ടാവുന്നല്ല, എന്നാലും ഇതൊരു മാന്യമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ വീട്ടിൽ 8 കൊല്ലമായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ യൂസ് എങ്ങനെയാണ്, അതായത് എൻ്റെ വീട്ടിൽ പക്ക ഫാമിലി യൂസാണ് വരുന്നത്. അപ്പോൾ ഒരു മിനി വരുന്നുണ്ട്, മിനി പൊളി. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് ഈ വണ്ടി നോക്കാവുന്നതാണ്. 1000 cc ആണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഞാൻ ലോങ്ങൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം പവറൊക്കെ ഉണ്ട് നമുക്ക്. വണ്ടി ഇപ്പോൾ ഒരു ഷിഫ്റ്റിൻ്റെ അല്ലെങ്കിലും അതിന് താഴെയായിട്ട് വണ്ടി നിൽക്കുന്നുണ്ട് എപ്പോഴും. കയറ്റം തോന്നിക്കഴിഞ്ഞാൽ കയറ്റാം. അത്യാവശ്യമൊക്കെ രസമായിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. മൈലേജ് നോക്കുകയാണെങ്കിൽ എനിക്ക് ലോങ് പോയിട്ടൊരു 18-20 അടുത്ത് എങ്ങനെയായാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോങ് പോകുമ്പോൾ, അല്ലാത്ത സമയത്ത് ഒരു 15 അതൊക്കെയാണ് ഈ വണ്ടി കിട്ടണത്. അതേപോലെ ഈ ഒരു എഞ്ചിന് സെലേറിയ സെലേറിയ ഒരു ഡീസൽ എഞ്ചിൻ ഇറക്കിയത്. അതിന് എത്ര 797 cc എന്നിട്ട് ഇതിൻ്റെ ഒരു ഓർമ്മ. അത് ബേസിക്കലി ഒരു 800 cc വിളിക്കുന്നുണ്ടാവും. ഷിഫ്റ്റ് ആക്സിഡൻ്റ് ആയിക്കണല്ലോ. അപ്പോൾ അത് കാര്യമായിട്ട് വിജയിച്ചില്ല. അത് ഇത്ര 2 സിലിണ്ടറാണ് വരുന്നത്, ഇത് 3 സിലിണ്ടർ വരുന്നുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സൗണ്ടാണ് വണ്ടിക്ക്. അതായത് ഒരു ഡീസലാണെങ്കിലും ഒരു രസമുള്ള സൗണ്ട് വേണ്ടേ, ഇത് അങ്ങനത്തെ ഒരു സൗണ്ട് ഇല്ല. ഒരു വൃത്തികെട്ട സൗണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കയറ്റണമെങ്കിൽ ഇതേപോലെ കയറ്റി ഓടിക്കാം. സംഭവം രസമാണ്. എനിക്ക് ഓടിച്ചിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ വരുന്നത് ഇതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ. ഇതിന് എത്ര മെയിൻ്റനൻസ് വരുന്നുണ്ടോ, അല്ല മെയിൻ്റനൻസ് വരുന്നുണ്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ 8 കൊല്ലമായിട്ട് കാര്യമായിട്ട് മെയിൻ്റനൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് വരും. പിന്നെ ഈ ലോവർ ആമിൻ്റെ ആ ബുഷ് എന്തോ പോയിട്ട് അങ്ങനെ എന്തോ മാറ്റിയിട്ടുണ്ട്. അല്ലാതെ
വേറൊരു കാര്യമായിട്ട് ഇതിനൊന്നും വന്നില്ല. എഞ്ചിൻ ഓയിൽ വരികയാണെങ്കിൽ തന്നെ ഒരു 3000 അണ്ടറിൽ ഇപ്പോൾ എല്ലാ ഓയിലും കൂടി മാറി, ഗിയർ ഓയിലും ഇത് കൂളൻ്റ് ഒക്കെ കൂടി ഇപ്പോൾ ഒരു 3000 ഉള്ളിലാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അല്ലാതെ അധിക ചിലവൊന്നും ഇതിന് വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഈ സെലേറിയോ തന്നെ ഇപ്പോൾ പല ആൾക്കാരും വണ്ടി എടുത്ത് കളിപ്പിക്കണമൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്, സെലേറിയോൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ക്രിസ്റ്റോനെറ്റാന്ന് തോന്നുന്നുണ്ട് അവൻ്റെ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മൂപ്പരൊക്കെ ഉണ്ട്. മൂപ്പരൊക്കെ സെലേറിയോ അത്യാവശ്യം കളിപ്പിച്ചിട്ടുണ്ട്. അതായത് വാൽവട്രോണിക് എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ വാൽവട്രോണിക് എക്സോസ്റ്റ് കയറ്റി, പിന്നെ അതേപോലെ അലോയ് ഇട്ട്. ഇവരൊക്കെ വണ്ടി ഭംഗി ഉണ്ടാവും കളിപ്പിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഒരു ഹരി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനോട് സെലറി ഉണ്ട്. അപ്പോൾ അവനും കളിപ്പിച്ചിട്ടുണ്ട്. നല്ല വണ്ടി കളിപ്പിക്കേണ്ട രീതിയിൽ കളിപ്പിച്ച് കഴിഞ്ഞാൽ ലുക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ എന്താ പറയുക, സ്വിഫ്റ്റ് കളിപ്പിച്ചാൽ കിട്ടുന്ന ലുക്കൊന്നും ഇപ്പോൾ എന്തായാലും ഇതുമ്പോൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വണ്ടി ആ രീതിയിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് വണ്ടിയാണെങ്കിലും അതിൻ്റേതായ ലുക്ക് ഉണ്ടാവും. ഇപ്പോൾ 4 അലോയ് ചേഞ്ച് ചെയ്താൽ തന്നെ വണ്ടിക്ക് ഒരു ഇടുപ്പാണ്. എന്തായാലും ഇതിന് കിട്ടുന്നുണ്ട്. ഇത് പക്ക ഒരു ഫാമിലി യൂസായിട്ട് പോണ വണ്ടിയാണ്. പിന്നെ ഇടയ്ക്ക് ലോങ് പോകലുണ്ട്. അല്ലാതെ ഡെയിലി എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഡെയിലി എടുക്കലില്ല. പിന്നെ ഏത് വണ്ടിയാണെങ്കിലും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വണ്ടി എത്ര വേണമെങ്കിലും നമുക്ക് കെയർ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി എത്ര കാലം വേണമെങ്കിലും അടിപൊളിയായിട്ട് നിൽക്കും. വണ്ടിക്ക് വേറെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് മൈലേജ് എന്തായാലും സിറ്റിയിൽ ഒരു 15 കിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടുന്നവരുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ സെലേറിയൊക്കെ ഉപയോഗിക്കുന്ന ഓണേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ അതിലൊന്ന് പറഞ്ഞു തന്നാൽ നന്നാവും. എനിക്കറിയില്ല. ഇത് എനിക്ക് ഒരു സിറ്റിയിൽ ഒരു 15. പിന്നെ നമ്മൾ ഏത് വണ്ടിയായാലും നമ്മൾ ഇപ്പോൾ ആൾ ഓടിക്കുന്നതിനനുസരിച്ചിട്ടില്ല നമുക്ക് വണ്ടിക്ക് മൈലേജ് കിട്ടുള്ളൂ. എനിക്കൊരു 15 കിട്ടിയത്. ഈ വണ്ടി എടുക്കാനിപ്പോൾ ഫാമിലി യൂസിനൊക്കെ ഒരു ആൾ വണ്ടി നോക്കണം അത്യാവശ്യം. അതായത് അൾട്ടോനെക്കാട്ടി മാരുതിയിൽ ഇപ്പോൾ മാരുതി സുസുക്കിൻ്റെ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ അൾട്ടോനെക്കാട്ടി കുറച്ച് മേലക്കായിട്ടുള്ളൊരു വണ്ടി ആണെങ്കിൽ ഇത് എടുക്കാമെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ അപ്പോഴത്തെ കാലത്ത് സേഫ്റ്റി ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ടാറ്റയ്ക്ക് പോണതാണ് ഇതിൻ്റെ ഒരു ഇതിൽ നല്ലത്. ഈ മാരുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഞെളുങ്ങും. അതിനിപ്പോൾ ഒരു ഇതുമില്ല. പണ്ടത്തെ വണ്ടിയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ അത്രയും ഇതുണ്ടാവും. ഇപ്പോഴത്തെ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ റീസെയിലും ഇതിന് ഇപ്പോൾ അത്യാവശ്യം ഞാൻ റീസെയിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം റീസെയിലൊക്കെ കാണുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെയായാലും 2017 മോഡൽ സെലറിയൊക്കെ എങ്ങനെയായാലും ഒരു 3ൻ്റെ പുറത്ത് ഇപ്പോൾ റീസെയിൽ വാല്യൂ ഉണ്ട്. ഇത് നമ്മളന്ന് എടുക്കുമ്പോൾ ഇതിന് എത്ര മൊത്തത്തിൽ ഓൺ റോഡ് വന്നത് 5 ആയിരുന്നു. ഇതൊരു VXI മോഡലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെലേറിയൻ്റെ ഒരു യൂസർ റിവ്യൂ എന്ന് പറഞ്ഞത്. അതിപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങളെ സെലേറിയ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അവർക്ക് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ അവരൊന്ന് ഷെയർ ചെയ്യുക എനിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് സെലേറിയൻ്റെ ഒരു ചെറിയ വീഡിയോ യൂസർ റിവ്യൂ ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.